ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് മാച്ച് വ്ളോഗാണ്. മാച്ച് വരുന്നത് തൃപ്പരപ്പ് പല്ലോത്തി സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഗ്രൗണ്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ഗ്രൗണ്ട്. പിച്ചൊക്കെ റെഡി ആക്കണേ ഉള്ളൂ. മാറ്റിട്ടാണ് കളിക്കുന്നത്. അവിടെ ദൂരിക്കും നമ്മുടെ ടീം. ഇനി അങ്ങോട്ട് പോയി രണ്ട് താളം വിടാം. മാസങ്ങൾക്ക് ശേഷം നമ്മൾ അരുണനെ കാണാണ്. നിങ്ങളെവിടെ? മലപ്പുറത്തല്ലേ? ഇപ്പൊ മലപ്പുറത്താണ്. രാവിലെ എത്തി. യൂട്യൂബ് എല്ലാവർക്കും കാണുമല്ലോ. കളി തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇനി ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ എന്ന് തീരുമാനിക്കാം. ടോസ് കിട്ടണം. ക്യാപ്റ്റന് അല്ലാതെ ടോസ് കിട്ടൂല. ഇന്ന് ടോസ് കിട്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. മഴ പെയ്താ കിട്ടി. സെലക്ഷന് മുമ്പ് എങ്കിൽ റീമാച്ച് ശരിയാ. അതേപോലെ ഇങ്ങനെ 25 ഓവർ നിങ്ങൾ ഫസ്റ്റ് ഇന്നിങ്സ് കളിക്കണത്. നിങ്ങൾ 25 ഓവർ ഫുള്ളാ കളിച്ചെങ്കിൽ കുഴപ്പമില്ല, അവർ അടുത്ത് 25 കളിക്കും. അതായത് നിങ്ങൾ 20 ഓവർ ഔട്ടാക്കി 5 ഓവർ പ്ലസ് അവർക്കാവും. അതറിയാലോ. നിങ്ങൾ എത്ര ഓവർ முடிக்கீங்களோ ஆலவுட்டான பிரச்சனை இல்லை. ஆலவுட் ஆகாமல் முடிச்சா பிரச்சனை இல்லை. ஆலவுட்டான அந்த ஓவர் எக்ஸ்ட்ரா போயிட்டே இருக்கு. அந்த 5 ஓவர் உங்களுக்கு ஆகும். 10 ஓவர் நீங்க எக்ஸ்ட்ரா வச்சு முடிச்சீங்கன்னா 10 ஓவர் உங்களை ஆடும். திருப்பி நீங்க 30 ஓவர் ஆடும்போது நீங்க 20 ஓவர் ஆடணும், அந்த 10 ஓவர் அவங்கள ஆடும். ஓகே புரியுது. சரி ஓகே. சரி பேட்டிங் നമ്മൾ ബോൾ ബോളിംഗ് ഓക്കെ ബോളിംഗ് നേരത്തെ ചൂസ് ചെയ്ത് വെച്ചാണ്. വൈസ് ക്യാപ്റ്റനും തമ്മിലുള്ള ഡിസ്കഷൻ നേരത്തെ ഉണ്ടായിരുന്നു. കീപ്പറൊക്കെയാണ് വേണ്ടി എല്ലാം ജിത്ത് തന്നെയാണ് ഇട്ട് കിട്ടുന്നത്. നിങ്ങൾ കീപ്പറില്ലേ? ആരെറിഞ്ഞിടും? ഓ എറിഞ്ഞിട്ട് ആളില്ല. ശരി ശരി. ഒരേ ഒരു ഒരു കാര്യം പറയട്ടോ, കുറച്ചൊക്കെ താഴ്ന്ന് എളിമയായിട്ട് നിന്നാ ജീവിക്കുക ഈ ഫീൽഡിൽ. 2 ദിവസം കളിച്ചില്ലെങ്കിൽ ഇതേ നീ താഴെ വരും. മര്യാദക്ക് നിന്നില്ലേ? അതും ചെറിയ ഗ്രൗണ്ട്. എറിഞ്ഞാ പോരെ. ഞാൻ നീ ഇപ്പൊ എന്തായാലും അജയേട്ടാണ് കീപ്പർ. ഫസ്റ്റ് ഇന്നിങ്സ്. ഇനി കുറച്ച് ക്യാപ്റ്റന്റെ തന്ത്രങ്ങൾ കേൾക്കാം. വൈസ് ക്യാപ്റ്റന്റെയും തന്ത്രങ്ങളും. ഇറങ്ങി ഇത് ഞാൻ ഇടും. ഇത് ഞാൻ കറക്റ്റ് ഇടും. ഞാൻ തരാം. നേരം കൊണ്ട് പറയണം. ആദ്യ റൂൾസ് പറയാം. പവർ പ്ലേ ഇല്ല, പക്ഷെ 5 മാക്സിമം 5 ഫീൽഡേഴ്സിനെ വെളിയിൽ നിൽക്കാൻ പറ്റും. ഒന്നാമത്തെ. രണ്ടാമത്തെ എത്ര ഓവറായാലും അടുത്ത് ഇത് നമ്മൾ 15 ഓവറിൽ അവരെ എറിഞ്ഞുള്ളിട്ടാൽ നമുക്ക് സെക്കൻഡ് ഇന്നിങ്സിൽ ആ 10 ഓവർ എക്സ്ട്രാ കിട്ടും. അതുപോലെ നമ്മൾ 15 ഇന്നിങ്സിൽ ആൾ ഔട്ടായാലും 10 ഇന്നിങ്സ് 20 ഓവറിൽ ആൾ ഔട്ടായാലും ആൾ ഔട്ടാക്കണ ടീമിന് സെക്കൻഡ് ഇന്നിങ്സിൽ അത്ര ഓവർ ആഡ് ചെയ്ത് കിട്ടും. ഇല്ല, നമ്മളിപ്പോ അവര് 15 ആൾ ഔട്ടായാൽ നമ്മളെ ഫസ്റ്റ് ഇന്നിങ്സിൽ. അപ്പൊ അതുകൊണ്ട് ബോളിംഗ് സൈഡിൽ അത് കൂടെ മൈൻഡ് വെച്ചോണം. എന്നേരി റൺസ് കൊടുക്കരുത്. അറിയാമല്ലോ, ഒരുപാട് റണ്ണ് പോയാലും കളി കയ്യിൽ നിന്ന് പോകും. ഫസ്റ്റ് ഇന്നിങ്സേ പിടിച്ചു പോകണം കേട്ടല്ലോ. ജയിച്ചേ പറ്റൂ. ജയിച്ച സെമിയാണ്, ജയിച്ചേ പറ്റൂ കേട്ടോ. നല്ല രീതിയിൽ കളിക്കണം. നമ്മൾ കുറെ കളി കൊണ്ട് നേരെ ജയിച്ച സെമി നല്ല രീതിയിൽ കളിക്കണം. നോക്കൗട്ട് ആണ്. ഫസ്റ്റ് ഇന്നിങ്സേ ആ ഒരു ആധിപത്യം കാണിക്കണം. നല്ല എഫേർട്ട് എല്ലാവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം കേട്ടല്ലോ. ഫുൾ എഫേർട്ട് നിന്നോ.
റെഡി 1 2 3 ഓ സ്വർണത്തിനൊക്കെ എന്താ വരാ. അരുണയുടെ നന്ദിയാണ് എൻ്റെ അടുത്ത് വയ്ക്കാൻ. ശരി, ഞാൻ വച്ചേക്കാം. സൺസ്ക്രീമായിട്ട് ഇറങ്ങാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പൊ മാറ്റല്ല, ആണ്. ഓ Finish, bro. വെളിയിലാണ് ബോൾ ഇങ്ങനെ കളിക്കുന്നത്. എറിഞ്ഞപ്പോൾ കണ്ടില്ലേ അടിച്ച ബോളുകളെല്ലാം വീണ ബോളിനാണ്. ജിത്തും ഫസ്റ്റ് അകത്തിറങ്ങി, പിന്നെ ഒരെണ്ണം പോലും അകത്തിറങ്ങില്ല. വെളിയെറിഞ്ഞ മറ്റേ വൈഡ് ഫോർ ചെയ്തല്ല, ബാക്കിയെല്ലാം വെളിയെറിഞ്ഞ തട്ടി. കളിക്കാൻ പാടുണ്ടോ? നല്ല പാടുണ്ട്. അത് നമുക്കാണെങ്കിൽ കളിക്കാൻ നല്ല പാടുണ്ട്. ബാറ്റ്സ്മാനും മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പിടിച്ചു പോകണല്ലോ. കളി വിടരുത്. പോയറൊന്നും കുഴപ്പമില്ല, ഒരു വിക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു എഫേർട്ട് എല്ലാവരും സൈഡിൽ നിന്ന് കാണണം. റെഡി 1 2 3 ഫൈറ്റ്. ഒരു ബാറ്റ്സ്മാനെ നിർത്തിക്കില്ല. 1 2 3 ഫൈറ്റ്. വെള്ളം ചെറുതായിട്ട് സിറ്റ് നിന്നാണ്. പിടിച്ച് ബാറ്റ്സ്മാൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്ത് സംഭവിക്കാം? കുറച്ച് എന്തെങ്കിലും നമ്മള് പിച്ച് എങ്ങനെയാണെന്ന കണ്ടീഷൻ നോക്കിയിട്ടുണ്ട്. ബോളിംഗ് ചെയ്യാൻ ആർക്കും ബോളിംഗ് ചെയ്ത് പിച്ചിന്റെ കണ്ടീഷൻ മനസ്സിലാക്കേണ്ട ധൈര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ സ്വമേധയാ അതൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്ത് അങ്ങ് കയറിയത്. നിങ്ങളെ പിച്ചിന്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക്. അവരിപ്പോ നന്നായിട്ട് എറിയുന്നു. ചോറ് 10-12 അടിച്ചെന്ന് തോന്നുന്നു.
ബാക്കി വാഴയ്ക്ക് പോയിക്കണോ അവന്റെ പേര് ജോബാസ് പൊട്ടാൻ ചെവിയും കേട്ടോ കസേരയും കൊണ്ട് മറ്റേ അങ്ങനെയുണ്ട് അല്ല ഇതിന്റെ ടീം ഉണ്ടല്ലേ CC സെഞ്ചുറി അടിക്കും അവിടെ തന്നെ കിടക്കും ബാറ്റിംഗ് പോയി നിങ്ങൾ വിട്ട അത് അറിയാന്ന് വെച്ച് മൈൻഡ് പേടിച്ച് കളിച്ചാൽ നമുക്ക് കളിക്കാൻ പറ്റും. ഇല്ല ഇത് ഫുഡൊക്കെ അവര് 200 രൂപ പകുതി അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കും എത്ര ചോദിക്കുന്നുണ്ട് ഒരു സാധനം Batting boy, lovely batting boy, lovely batting. മോനെ പോടാ കേട്ടോ മതി മതി Lovely shot, yeah, lovely. Batting, lovely batting boy. Batter boy. സൂപ്പർ സൂപ്പർ എന്താ കളി തന്നെ ഫസ്റ്റ് ഇന്നിംഗ് കഴിഞ്ഞപ്പോ ഒന്ന് ചോദിച്ചു കേട്ടില്ലേ പുറക്കെ തൂക്കി പോട്ടാച്ചു എനിക്ക് ഇങ്ക മതി സാർ കുപ്പിട്ടാ വേണ്ട 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 നല്ല കളി too easy shot yeah come on ടാ മോനെ lovely Ajin bhai lovely boy അതാണ് ലാസ്റ്റ് തന്നെ batting lovely batting boy shot yeah batting boy കൊള്ളാം കൊള്ളാം അവൻ അടിക്കാൻ തുടങ്ങിയത് ഒരു ഓവർ എറിയുമ്പോൾ തന്നെ വീട് മറ്റേ അതിന്റെ പ്രോ അങ്ങനെ shot yeah lovely
അത് കിട്ടിയില്ല. കൊല്ലടാ അണ്ണ കളിക്കാൻ പറ്റാത്തല്ല അവൻ വീശി ആണോ ക്യാമറ ഓണല്ല ഒരിക്കലും കൂടെ. ഫുള്ള് കളിച്ചത് കേട്ടാ, വേറെ ഒന്നുമില്ല. 25 ഓവർ കളിക്കാൻ വേണ്ടി നില്ലേ, ലീഡ് എടുക്കണ്ട. കാണല്ലേ കേട്ടോ അടിക്കണ്ട അതുകൊണ്ടാണ് അടിക്കുന്നത്. നമ്മൾ ഈ അടിച്ചു തുടങ്ങണോണ്ടുള്ള തെറിയിലാണ് അടിക്കുന്നത്. വേണ്ട വേണ്ട ഓടണമെങ്കിൽ 2 ഓടണം കേട്ടോ. സ്ട്രൈക്ക് എടുക്കണം കൃഷ്ണ. അതിപ്പോ ഓടണ്ടായിരുന്നു. ചേട്ടാ അങ്ങനെ 100 അടിച്ചിരിക്കുന്നു. ആദ്യത്തെ 100 സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. വൈഫിന് വേണ്ടിട്ട് ഞാൻ അവള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ 1500 അവക്ക് വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് കാണിച്ചത് ഇൻസ്പയർഡ് ഫ്രം വിരാട് കോഹ്ലി. മനസ്സിലായ അതാണ് സാധനം. നമ്മള് ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞു. അവർക്കാണ് ഇപ്പൊ ലീഡ്. അടുത്ത് ഇനി നമ്മൾ ബോളിംഗ് ആയിരിക്കും. ബോളിംഗ് തന്നെ. പിന്നെ ഈ വ്ളോഗ് അടുത്ത ഫസ്റ്റ് ഇന്നിങ്സ് ഈ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ആയിരിക്കും ഇടുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല.